ഇന്ന് ഞാൻ പോകുന്നത് ഒരു മലേൻ്റെ മുകളിലേക്കാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പൂക്കുന്നുമല എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാനിത് പച്ചപ്പുല്ലുള്ള സമയത്തും പോയിക്ക് ഈ പുല്ല് ഉണങ്ങുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അവിടെ കയറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങളൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ മുകളിലെത്തിയിട്ട് കാണിച്ചു തരാം. നല്ല വഴി എന്ന് പറയുമ്പോൾ കുറച്ച് പാടാണ് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ മേലെത്തി കിട്ടിയാൽ ഇത്രയും നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് പോയി കാണണം. ഈ കോഴിക്കോട് ജില്ലയിൽ ഇത് അറിയപ്പെടാണ്ട് നിൽക്കൂല, ഒരുവിധ ആൾക്കൊക്കെ അറിയുന്നതായിരിക്കും. ചീക്കിലോട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കയറാം, കാക്കൂരിൽ നിന്ന് കയറാം ഈ മലയിലേക്ക്. 3 സ്ഥലത്തുനിന്ന് വഴിയുണ്ട്. നന്മണ്ടക്കൂടി കയറാം. അപ്പോൾ ഇവിടെ പോവേണ്ടത് പുലർച്ചെ സമയത്താണ്. ഫുള്ള് കോട മഞ്ഞും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് മുകളിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. കണ്ടില്ലേ, ചെറുതായിട്ട് വ്യൂ പോയിന്റിൽ എത്തണോ, അത് മുകളിൽ തന്നെ എത്തണോ വ്യൂ പോയിന്റ്. കുറച്ച് പാടാണ് കയറാൻ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളെല്ലാവരും ഇരുന്ന് വെള്ളമൊക്കെ കൊണ്ടുവരും. ഞങ്ങൾ അതെല്ലാം കുടിക്കുകയാണ്. വഴിയൊക്കെ കഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ചെറിയ വഴിയാണ്. പക്ഷെ മുകളിലെത്തിയാലുള്ള ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും വരിഞ്ഞ് കയറും. കണ്ടില്ലേ, അത് മുകളിലെത്തിയിട്ടില്ല, അതിൻ്റെ മുന്നേ എടുത്ത വീഡിയോ ആണിത്. ഇതിൻ്റെ ഇടയിലായിട്ട് നല്ലൊരു പൂവൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാപ്പാട് ബീച്ചും ടൗണിലുള്ള ഒരുവിധം ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഏകദേശം എത്താനായി. കണ്ടില്ലേ, ഈ പൂവൊക്കെ ഇതിൻ്റെ നടുക്ക് ഉണ്ടായതാണ്, ഈ പച്ചപ്പുല്ലിൻ്റെ. ഞങ്ങൾ ഈ ഉണക്കപ്പുല്ലുള്ള സമയത്തും പോയിരുന്നു, അതും അടിപൊളിയാണ്. ഇതിൽ ഞാൻ ഫോട്ടോ കുറച്ച് ചേർക്കുന്നുണ്ട്. മുകളിലെത്തിയ സമയത്ത് കുറേ തുമ്പികൾ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട്. ജനുവരി ഫെബ്രുവരി മാസം ആകുമ്പോഴേക്ക് ഈ പുല്ലെല്ലാം ഉണങ്ങും. അപ്പോൾ നല്ല ഭംഗിയാണ്. കണ്ടില്ല, നല്ല അടിപൊളി. ഇത് പുലർച്ചെ സമയത്താണ് കാണാൻ ഭംഗി എന്ന് പറയുന്നത്. ഞാനിതുവരെ പുലർച്ചെ പോയിട്ടില്ല. ഫുള്ള് കോടമഞ്ഞാണ്. നമ്മൾ ഏകദേശം മുകളിൽ എത്താനാക്കി. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മുകളിലെത്തിയാലോ കുറേ ആളവിടെ വന്നിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ആൾ വന്നിക്ക്. നല്ല യൂട്യൂബിലിടാനോ എന്താ അറിയില്ല, കുറേ ആളെ കണ്ടിക്ക് നല്ല അടിപൊളിയിൽ. ഇതൊക്കെ മുകളിലെത്തിയതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അവിടെ ഒരു മരം കണ്ടില്ല, അവിടെ പോയി മരത്തിൻ്റെ അടുത്തുനിന്ന് ചുറ്റും നോക്കിയാൽ കടൽ കാണാം, ഫുൾ ബിൽഡിങ്ങുകളൊക്കെ കാണാം ടൗണിലുള്ള. ഒരു പ്രത്യേക ഒരു സുഖമാണ് ഇതിൻ്റെ മുകളിലെത്തിയാൽ. ഇതൊന്നല്ല ഭംഗി എന്ന് പറയുന്നത്, പുലർച്ചെ സമയത്താണ് ഭംഗിന്ന്. പക്ഷേ ഞങ്ങളിതുവരെ പുലർച്ചെ പോവാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. എൻ്റെ മോനെ ആ മരത്തമ്മ കയറാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ്. പുലർച്ചെ പോകുന്ന സമയത്ത് ഒരു 5 മണിയാവുമ്പോൾ അവിടെ എത്തുന്ന രീതിയിൽ പോകണമെന്ന് പറയും. ഇവിടെ നിന്നിട്ട് ഞാൻ സൺസെറ്റൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്, നല്ല അടിപൊളിയിൽ കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങളവിടെ ഇരുന്ന് കുറേ സമയം വൈകി. പിന്നെ താഴെ എത്തുമ്പോഴേക്ക് വെളിച്ചം മങ്ങിയിരുന്നു. അവിടെ എത്തിയാൽ പിന്നെ താഴോട്ട് ഇറങ്ങുന്നൊരു ചിന്ത പോലും ഉണ്ടാവില്ല, അത്രയും രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ പൂവൊക്കെ അവിടെ ഉള്ള പൂവാണ്. അത് വെറുതെ എടുത്തൊന്ന് ഫോട്ടോ എടുത്തതന്നേ ഉള്ളൂ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി താഴോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോന് മുന്നിൽ ഇറങ്ങി ഓടുകയാണ്.
ഞാനിതിൽ കഴിഞ്ഞ പ്രാവശ്യം ഫെബ്രുവരിയിൽ പോയ ഫോട്ടോയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ പച്ചപ്പുല്ല് ഉണങ്ങിയതാണിത്. ആ സമയത്ത് പോയപ്പോൾ വിചാരിച്ച് ഇതാണ് ഭംഗിന്ന്. പിന്നെ പച്ചപ്പുല്ലുള്ളപ്പോൾ പോയപ്പോഴാണ് ശരിക്കും ഭംഗി പച്ചപ്പുല്ലാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ഈ നാട്ടിലുണ്ടെങ്കിലൊന്ന് പോയി നോക്കുക. പിന്നെ ഈ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഇന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു.